ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും സ്നേഹവാനായിരിക്കുന്ന ഇടവക മെത്രാപ്പോലീത്ത തിരുമേനി, വൈദിക ശ്രേഷ്ഠ മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ കുഞ്ഞുങ്ങളെ, പരിശുദ്ധ കെംദാ പെരുന്നാൾ ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ചയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൻ്റെ ഭാഗമായാണ് നാം ഇന്ന് ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്കായിരിക്കുന്നത്. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ ഉയർപ്പിനെ സാക്ഷികളായി തീർന്നുകൊണ്ട് നാം അതിനുശേഷമുള്ള ഞായറാഴ്ചകളിൽ അവനൊപ്പം യാത്ര ചെയ്യുമ്പോൾ സഭയുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗങ്ങളെ നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 4 ഞായറാഴ്ചകളിൽ നാം വായിച്ചതും മനനം ചെയ്തതുമെല്ലാം എപ്രകാരം ഉത്ഥിതനായ ക്രിസ്തു ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് തൻ്റെ നിറയ സാന്നിധ്യം, ഉയർത്തപ്പെട്ടതായ തൻ്റെ ശരീരവും അവർക്ക് സാക്ഷീകരിച്ചുകൊണ്ട് അവരെ ദൃഢപ്പെടുത്തുകയും അവരുടെ ദൗത്യത്തിലേക്ക് അവരെ വീണ്ടും പുനരാനയിച്ചുകൊണ്ട് അവരെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നാം സാക്ഷികളായി തീരുന്നത്. ഇപ്രകാരമുള്ള ഒരു ക്രിസ്തുവിൻ്റെ പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ ക്രിസ്തു കടന്നു വരുന്ന അനുഭവങ്ങൾ ഇവർക്ക് നൽകുന്നതായ ചില കാര്യങ്ങളുണ്ട്. ഇവരെ ആ വെളിയിലേക്ക്, ഇറ്റ് ഈസ് എ റീഅഫർമേഷൻ ഓഫ് ദെയർ കോൾ, ഇറ്റ് ഈസ് എ റീഅഷുറൻസ് ഓഫ് ദ ട്രൂത്ത് വിച്ച് സെറ്റ്സ് ഈച്ച് വൺ ഓഫ് us ഫ്രീ. ഇറ്റ് റിമൂവ്സ് ദി ഫൈനൽ ഫേഷ്യൽ ക്ലോത്ത് ഓഫ് ഡിസ്പെയർ ആൻഡ് ഗിവ്സ് us the fresh air of freshness and fullness of the Holy Spirit. And finally, it reinstills in us the power of resurrection of Christ, the power of life and the potential for being with God Almighty. ഈ സ്വർഗാരോഹണ പെരുന്നാൾ തൊട്ട് മുൻപുള്ള ഞായറാഴ്ചയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം ഓരോ ഞായറാഴ്ചയിലും ഉത്ഥിതനായ ക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം യാത്ര ചെയ്യുകയും പ്രത്യക്ഷപ്പെടുകയും അവരെ വീണ്ടും ദൃഢപ്പെടുത്തുന്ന അനുഭവം നാം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ഉയർപ്പിന് സന്തോഷത്തിലായിരിക്കും നമുക്ക് വേണ്ടി പിതാക്കന്മാർ ഇന്ന് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വാക്യങ്ങളെ ക്രമീകരിക്കുന്നത് നാം ചിന്തിക്കണം. ഇവിടെ പറയുന്നത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തനിക്ക് ഉണ്ടാകുവാനിരിക്കുന്ന പീഡയെക്കുറിച്ചും പ്രയാസത്തെക്കുറിച്ചും പീഡാമരണത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും അവരെ പ്രബോധനപ്പെടുത്തുന്ന ഭാഗമാണ് ഇവിടെ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഭാഗം മലയാളത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശുവിൻ്റെ ആരോഹണ നാളുകൾ തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു. When the time had come for him to be received up, he steadfastly set his face to go to Jerusalem. ഇവിടെ പറയുന്നത് അവൻ്റെ ആരോഹണ നാളുകൾ തികയാറായപ്പോൾ, but it was time for him to be received up. പ്രിയമുള്ളവരെ, ഇവിടെ ഈ വേദഭാഗത്ത് നാം ഒന്ന് വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൂലഭാഷയായിരിക്കുന്ന യവനായ ഭാഷ, ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അനാലിംസെ എന്ന് പറഞ്ഞ വാക്കാണ്. അല്ലെങ്കിൽ സുറിയാനിയിൽ പറഞ്ഞാൽ സൂലോക്കോ എന്ന് പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ അവൻ്റെ സ്വർഗാരോഹണം, അവനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന അനുഭവത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. അപ്പോൾ സ്വർഗാരോഹണം ചെയ്യുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രമാണ് ഇവിടെ പിതാക്കന്മാർ നമുക്ക് നൽകുന്നത്. ഈ സ്വർഗാരോഹണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം അവൻ്റെ ഒന്നാമതായി അവൻ ചെയ്യുന്ന അവൻ്റെ കാര്യം തന്നെ യെരൂശലേമിലേക്ക് അവൻ്റെ ദൃഷ്ടികളെ പതിപ്പിക്കുകയും അവൻ്റെ മനസ്സിനെ ഉറപ്പിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് പിതാക്കന്മാർ ഇവർ നമുക്ക് നൽകുന്ന സന്ദേശം. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ പീഡാമരണത്തെയും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും അതിനെല്ലാം കൂടെ നടന്നു വരുന്ന സ്വർഗാരോഹണത്തിന് സാക്ഷികളായി തീരുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പിതാക്കന്മാർ ഒന്നാമതായി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്, നമ്മളോട് ചോദിക്കുന്നത്, നിൻ്റെ കണ്ണുകൾ യെരൂശലേമിലേക്ക് നീ പതിപ്പിച്ചിട്ടുണ്ടോ? യെരൂശലേമിലെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പീഡയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലമാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടതകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ഈ കഷ്ടതകൾക്കും പീഡനകൾക്കും ഉപരിയായി നിന്നുകൊണ്ട് ഒരു മരണത്തെ വിജയിക്കുന്ന ക്രിസ്തുവിൻ ചിത്രവും ഈ യെരൂശലേം നമുക്ക് സാക്ഷീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ശ്രേഷ്ഠമായ ജീവിതത്തിന് അവകാശികളായി തീരണമെങ്കിൽ ഈ കഷ്ടാനുഭവത്തെയും നാം മനസ്സോടുകൂടെ ആനയിക്കുകയും സ്വീകരിക്കുകയും അതിനുവേണ്ടി ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ വേദഭാഗത്തിൽ 2 പ്രധാനപ്പെട്ട ചിന്തകളാണ് പ്രിയമുള്ളവരെ പിതാക്കന്മാർ നമുക്ക് നൽകുന്നത്. ഒന്നാമതായി, എപ്രകാരം യേശുതമ്പുരാൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ച ശിഷ്യന്മാർക്കൊപ്പം യാത്ര തുടങ്ങുമ്പോൾ ഈ ഗലീലയിലായിരിക്കുന്ന തമ്പുരാൻ യെരൂശലേമിലേക്ക് പോകുവാൻ തക്കവണ്ണം ഈ ഷോർട്ട് കട്ടായ ശമരിയ കൂടെ കടന്നു പോകുവാൻ ഒരു വഴിയുണ്ട്.
അതിനെല്ലാം ശേഷം ഉപരിയായി ഈ ശമരിയ കടക്കുക അത് ലോങ് റൂട്ടായി ശമരിയ ചുറ്റിപ്പോകുന്ന ഒരു അനുഭവം കൂടെ യഹൂദന്മാർക്കുണ്ട്. പക്ഷേ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ശമരിയയിലൂടെ കടന്നു പോകുവീൻ. ഈ ശമരിയക്കാരും യഹൂദന്മാരുമായിട്ടുള്ള സ്പർദ്ധയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ നമുക്കറിയാം. ഇപ്രകാരം യെരുശലേമിലേക്ക് പോകുവാനിരിക്കുന്ന യഹൂദനായിരിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ശമരിയക്കാർ വിമർശനം കാണിക്കുമ്പോൾ തൻ്റെ പ്രിയ ശിഷ്യന്മാരായിരിക്കുന്ന, അതിനെല്ലാം ഉപരിയായി 9-ാം അധ്യായം സാക്ഷീകരിക്കുന്ന പോലെ തൻ്റെ മറുരൂപത്തിന് സാക്ഷികളായി തീർന്ന പത്രോസിനെയും യാക്കോബും യോഹന്നാനും ഈ മൂന്ന് പേര് 2 പേര് പറയുന്നു, തമ്പുരാനെ, ഇവർ നമ്മളെ സ്വീകരിക്കാത്തതുകൊണ്ട് ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയതുപോലെ നമുക്കും തീ ഇറക്കി ഈ ശമരിയക്കാരെ നശിപ്പിച്ചാലോ എന്ന്. തമ്പുരാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഏത് ആത്മാവിനാലാണ് ഇത് പറയുന്നത്? തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം അവരുടെ ആത്മാവിനെ തന്നെ വിശകലനം ചെയ്യുവാൻ തക്കവണ്ണമാണ്. ഇതാണ് ഒന്നാമത്തേതായ ചോദ്യം. പക്ഷേ പ്രധാനമായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് 2-ാം ഭാഗമാണ്. അവിടെ ക്രിസ്തുവിൻ്റെ അനുയായികളെക്കുറിച്ചുള്ള വിവരണയാണ്. ഇറ്റ് ടോക്സ് അബൌട്ട് ദ ഡിസൈപ്പിൾഷിപ്പ് ദാറ്റ് ക്രൈസ്റ്റ് എക്സ്പെക്ട്സ് ഓഫ് ഈച്ച് വൺ ഓഫ് us. ഇന്ന് പലപ്പോഴും ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുവാൻ തക്കവണ്ണം വളരെയധികം ആൾക്കാർ മുൻപോട്ട് കടന്നു വരുവാറുണ്ട്. ഈ ലോകത്തിൽ ഗുരുക്കന്മാരുടെ കുറവ് നമുക്കില്ല. It's full of gurus, leaders, people who give us spiritual mantras for upliftment and success in life. ഇപ്രകാരമുള്ള ശ്രേഷ്ഠമായ ഗുരുക്കന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു നമ്മളെ വിളിക്കുന്നത്. ആ വിളി ശ്രേഷ്ഠമായൊരു വിളിയാണ്. There is a difference between a follower and a disciple. It's easy to follow people. You start admiring someone and your admiration leads you to imitating someone. But many a times our level of following others only limits us to the level of admiration of people. You are just moved, enthralled by the way the person conducts himself, speaks himself, gives us a mantra to grow. But what Christ calls us for is not just to be at the level of admiration, but to grow from that level of admiration to the level of imitation of Christ. And that's what Paul says. We're all imitators of Christ. അപ്പോൾ ഒരു ഡിസൈപ്പിൾ എന്ന് പറയുമ്പോൾ അവൻ്റെ ഗുരുവിനെ പരിപൂർണമായി അന്വയിക്കുന്ന ഒരു ശിഷ്യനായി തീരുവാൻ തക്കവണ്ണമാണ് ക്രിസ്തുവിനെ നിങ്ങളെ വിളിക്കുന്നത്. ഇന്ന് പലപ്പോഴും ഓരോ ഗുരുക്കന്മാരോടും നാം അലീജിയൻസ് നാം കൊടുക്കുമ്പോൾ ഓരോ വ്യക്തികളിലും എന്നെ നിങ്ങളെയും പ്രഭാവപ്പെടുത്തുന്ന പലതുമുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ സന്ദേശത്തിലോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് എന്താണ് കാണുവാൻ തക്കവണ്ണമുള്ളത്? There has to be something that willfully attracts us. It should be something tangible, because we are more attracted to something that is tangible in life. But what Christ has to offer us in front of us is just one thing. The center of attraction of every Christian and a Christ is the cross. And cross has nothing good to speak of in terms of being in this world, because it's a symbol of pain, it's a symbol of suffering. But Christ offers us cross. But the cross that we venerate is a cross that is empty of, that is devoid of Christ, which means that Christ who has overcome the cross. But again, this overcoming of Christ is into a world which is much beyond the human levels of conception. And since these are things which are beyond a conception, we find ourselves happy to be settling down with things which are tangible, which is something that applies to our immediate future. But Christ offers us a life of mortification and self-denial. That is the message of Christ. A life of self-denial and mortification. That is not exemplary in terms of being a normal social being, but in terms of what Christ expects of a creation of God is nothing but to deny the self, take up our cross, to mortify ourselves and be on the path of Christ, which leads us to cross and beyond that to resurrection, to ascension and to be with God. When we live in this world, നമുക്കറിയാം ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ ഈ സയൻസ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ ലോകത്തിൽ ഏത് ഒരു ജീവിയോ എന്തൊരു സംഭവം ഇവിടെ ഉണ്ടെങ്കിലും, a living, non-living, everything, it experiences a force called the force of gravitation. A force of gravitation which is very common. And that force is something that pulls each one of us down or keeps us on the level of the earth. And we know at the same time that for any work to be done or for anything productive to happen on the earth, you have to first overcome this force of gravity so that something productive is done. Similar is the situation with each one of us. When we are on this earth, we are pulled down by many forces which keeps us away from the divine power of cross, from the divine love of our Lord Jesus Christ. But then Christ calls us to overcome these powers of the world
that keeps you bound down on this earth, but to conquer, to overcome this with the force that leads us to the love of God. And when you learn of discipleship, Christ is never one who has asked for people to follow him. ഒരിക്കലും അവൻ ആളുകളുടെ പെരുപ്പത്തെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടിട്ടില്ല. തന്നെ ചുറ്റും നിൽക്കുന്ന അനേകായിരം ആൾക്കാരെ കണ്ടുകൊണ്ട് യേശു അത്ഭുതപ്പെട്ടിട്ടില്ല. അവൻ സന്തോഷം കൊണ്ടിട്ടില്ല. അവൻ പുളകിതനായിട്ടില്ല. കാരണം നമുക്കറിയാം, നാം എപ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവനെ അനുനയിക്കുവാൻ തക്കവണ്ണം നാം എത്ര പേർ ഒരുക്കമാണ്? എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം എന്നത്, തമ്പുരാൻ പലപ്പോഴും ഈ ലോകത്തിൽ യാത്ര ചെയ്തപ്പോൾ അതിന് ചുറ്റും കുറേ ആൾക്കാർ അവനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും പലരുടെയും സാന്നിധ്യം അവന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. പക്ഷേ ഒരു അനുഭവത്തിൽ ഒരു തിങ്ങി നടക്കുന്ന ഒരു സമൂഹത്തിനിടയ്ക്ക് നിന്നുകൊണ്ട് ക്രിസ്തു നടക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നെ ആരോ സ്പർശിച്ചു, എന്നെ ആരോ ഈ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് സ്പർശിച്ചു. അപ്പോൾ ഈ ജനപ്പെരുപ്പത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ആ പ്രത്യേകമായ സ്പർശനത്തെ അവൻ തിരിച്ചറിയുകയും അതിനെയാണ് അവൻ വില കൽപ്പിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇനി ആൾക്കൂട്ടത്തിനിടയ്ക്ക് നിൽക്കുമ്പോൾ തമ്പുരാൻ എൻ്റെ നിങ്ങളുടെയും പ്രാർത്ഥനകളുടെ സ്വരത്തെ കേൾക്കുന്നുണ്ടോ? എൻ്റെ നിങ്ങളുടെയും കൈകൾ നീട്ടി നിൽക്കുന്ന ആ സ്പർശനത്തെ അവൻ ഏൽക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ 3 തരത്തിലെ ഒരു ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ, the precipitating discipleship. The second, the procrastinating discipleship. And the third, the irresolute or the wavering discipleship. ഈ precipitate discipleship എന്ന് പറയുന്നത് ഒന്നാമതായി ക്രിസ്തുവിന് മുമ്പായി കടന്നു വരുന്ന ഒരു ശിഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വന്നുകൊണ്ട് പറയുന്നുണ്ട്, കർത്താവേ, നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഞാൻ ഒരുക്കമാണ്. ഹി കോൾസ് ഹിം ഗുരു. ഞാൻ നിന്നെ അനുഗമിക്കാൻ തക്കവണ്ണം ഞാൻ ഒരുക്കമാണ്. റാബായി, അവൻ തമ്പുരാനെ കുറിച്ച് അറിയുന്നവനാണ്. ഹി ഹാസ് ബീൻ riveted and charmed by his speeches, by his preaching. He is full of enthusiasm to follow Christ because he's just seen one part of Christ where he sees people following Christ for whatever miracles he's able to perform. And when this kind of a disciple follows Christ, Christ does not send him back, but he offers him a fuller dimension of what being Christ means. And that dimension of Christ is where he says, foxes have holes, birds of the air have nest, but the Son of Man has nowhere to lay his head on. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടത്തിന് അനുഭവം മാത്രമല്ല ക്രിസ്തുവിന് കാണിക്കാനുള്ളത്, മറിച്ച് ഈ ലോകത്തിൽ ദൈവത്തോട് കൂറുപാലിക്കുന്നവനായ ഓരോ വ്യക്തിക്കും ഈ ലോകത്തിൽ നൽകുവാൻ തക്കവണ്ണം ഒന്നുമില്ല. ഈ ലോകത്തിൽ തലചായ്ക്കുവാൻ തക്കവണ്ണം പോലും ഒന്നും ഈ ക്രിസ്തുവിനോ ഇവനെ ആത്മാർത്ഥമായി അനുഗമിക്കുന്നവർക്കോ നൽകപ്പെടുവാൻ തക്കവണ്ണം ഈ ലോകം ഒരുക്കമല്ല. ഈ ഒരു കാഴ്ചപ്പാടുടെ ഈ ശിഷ്യനെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കുറുനരികൾക്ക് കൂടും, പക്ഷികൾക്ക് കൂടും, പക്ഷെ മനുഷ്യപദം തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് തമ്പുരാൻ പറയുമ്പോൾ, now the question is open for him. Now you have been introduced to the complete dimension of Lord. Now it's your call, a call that arises of your freedom of choice that Christ is looking for. അപ്പോൾ ഇവനെ പറഞ്ഞു വിടുന്നില്ല, അവനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ ഇപ്രകാരമുള്ള ഒരു പരിപൂർണമായ മാനം ഈ ശിഷ്യന് കൊടുക്കുമ്പോൾ ഈ ശിഷ്യൻ ഇനിയുമാണ് നിർണ്ണയിക്കേണ്ടത്, തമ്പുരാൻ്റെ പുറകെ പോകണോ വേണ്ടായോ എന്ന്. ഇനി ഞാനും നിങ്ങളും തമ്പുരാൻ്റെ അത്ഭുതങ്ങളെ കണ്ട് അവൻ്റെ പുറകിൽ പോകുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ളത് ഈ അത്ഭുതങ്ങൾ മാത്രമല്ല, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പീഡയുടെയും അനുഭവമാണ്. ഈ ഒരു ശിക്ഷണത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് അവൻ്റെ പുറകെ പോകാൻ തക്കവണ്ണം നാം ഒരുക്കമാണോ? അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് തൻ്റെ യാത്ര നിലയ്ക്കുമ്പോൾ, അവൻ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇപ്രകാരമുള്ള ഒരു ശിഷ്യൻ്റെ അനുഭവമാണ് ഒന്നാമതായി കാണുന്നത്, ദി പ്രിസിപ്പിറ്റേറ്റിംഗ് ഡിസൈപ്പിൾഷിപ്പ്. One who was called to walk, one who was called to move regularly with Christ, but when he realizes the reality of the discipleship, the cost of discipleship of Christ, he decides to precipitate, to settle down. രണ്ടാമതായി അവിടെ പറയുന്ന ഒരു അനുഭവം, ദി പ്രോക്രാസ്റ്റിനേറ്റിംഗ് ഡിസൈപ്പിൾ. ആദ്യത്തെ ശിഷ്യൻ തമ്പുരാനോട് അനുഗമിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത്തെ ശിഷ്യനോട് കർത്താവ് പറയുന്നു, നീ എന്നെ അനുഗമിക്കുക, നീ പോയി ദൈവരാജ്യത്തെ പ്രഘോഷിപ്പിക്കുക. അപ്പോൾ അനുഗമിക്കുന്ന വിളി മാത്രമല്ല അവൻ ലഭിക്കുന്നത്, ദൈവരാജ്യത്തെ സുവിശേഷിക്കാൻ തക്കവണ്ണമുള്ള വിളിയാണ് രണ്ടാമത്തെ ശിഷ്യന് ലഭിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ വരാം, പക്ഷെ ഞാൻ പോയി എൻ്റെ പിതാവിനെ കബറടക്കിയിട്ട് വരാമെന്ന്. വിളി ലഭിച്ച നിമിഷത്തിൽ ഒരുക്കമല്ലാതിരിക്കുന്ന ഒരു സമൂഹം. The kingdom of God is in need of people. But are we willing to offer ourselves to Him at the time when He calls? The call is universal, but the response, which is individual, has to align itself at the time when He calls us to.
നമുക്കറിയാം, ഒരു കല്യാണ വിരുന്ന് പ്രവേശിക്കണമെങ്കിൽ ആ നൽകുന്ന സമയത്താണ് അവിടെ പ്രവേശിക്കേണ്ടത്. അതുപോലെ തമ്പുരാൻ നമുക്ക് നൽകുന്ന സമയത്ത് തന്നെ അവൻ അനുഗമിക്കണം. ഓരോ നിമിഷത്തിലും ആ ഒരു വിളി ഏറ്റെടുത്തുകൊണ്ട് ധൈര്യപൂർവ്വം അവനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. പ്രൊക്കാസ്റ്റിനേഷൻ ഇസ് ദ ബിഗസ്റ്റ് ഓഫ് ഓൾ വൈസസ്. നമുക്കറിയാം, പലപ്പോഴും പലതും മാറ്റിവെക്കുന്ന അനുഭവമാണ്. ഇന്ന് പലപ്പോഴും COVID-19 ഒരു അനുഭവം നാം ആയിരിക്കുമ്പോൾ സമയം വളരെയധികം മനുഷ്യൻ്റെ കയ്യിലുണ്ട്. പ്രയാസവും ദുഃഖവും മാത്രമാണ് ചുറ്റിനും കാണുവാനുള്ളത്. ഇന്ന് മനുഷ്യന് ദൈവത്തെ മുഖാമുഖം കാണുവാനും അന്വേഷിക്കുവാനും അവൻ ഒരുക്കമാണ്. പക്ഷേ പ്രയാസത്തിൽ നിലവിളിക്കുന്ന ഒരു ഭൃത്യനെ മാത്രമല്ല തമ്പുരാനെ ആവശ്യമുള്ളത്. അതിനുപരിയായി തമ്പുരാൻ നൽകുന്ന സൗഭാഗ്യത്തിനിടയിൽ നിന്നുകൊണ്ട് അവനെ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ മാത്രം ഒന്നാമത്തെ കേന്ദ്രബിന്ദുവാക്കി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം അവൻ നമ്മെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമതും അവൻ പറയുന്നത്, നീ വിളിക്കുന്ന സമയത്ത് നീ ഒരുക്കമാണോ എന്ന ചോദ്യമുണ്ട്. മൂന്നാമത്തേതും അവസാനത്തെയും ഒരു ശിഷ്യനുണ്ട്, ദി ഇർറെസല്യൂട്ട് ഓർ ദി വേവറിംഗ് ഡിസൈപ്പിൾ. ഇവിടെ അവൻ പറയുന്നുണ്ട്, തമ്പുരാനെ ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ എനിക്ക് ഒരു നിമിഷം നൽകണം. ഞാനൊന്ന് മടങ്ങിപ്പോയി എൻ്റെ വീട്ടുകാരോടൊന്ന് പറഞ്ഞിട്ട് വരാം. ഹി ജസ്റ്റ് വാണ്ട്സ് ടു ബിഡ് ഫെയർവെൽ വിത്ത് ഓൾ ദാറ്റ് ഇസ് ബിഹൈൻഡ്. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ശിഷ്യൻ്റെ അനുഭവം നാം നോക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഏലീശായെ വിളിക്കുന്ന അനുഭവത്തോട് തത്തുല്യമാണ്. ഏലിയാവ് പോയി ഏലീശാവിൻ്റെ മണ്ടയ്ക്ക് തന്നെ പുറക്കുമ്പായത്ത് ഇടുമ്പോൾ ഏലീശാ പറയുന്നുണ്ട്, പിതാവേ ഞാൻ നിന്നെ അനുഗമിക്കാം, എനിക്ക് ഒരു നിമിഷം എൻ്റെ വീട്ടുകാരെ പോയി ഒന്ന് കണ്ടിട്ട് വരുവാൻ തക്കവണ്ണം അനുവാദം നൽകണമേ. വീട്ടുകാരെ കരുതണമെന്നോ കരുതാതിരിക്കാൻ തക്കവണ്ണം ഒരിക്കലും കർത്താവ് പറയുന്നില്ല. പക്ഷേ അവിടെ കർത്താവ് പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ചിട്ട് ഒരിക്കലും അത് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. A farmer who is ready to plow his field, if he wavers his vision of the path on which the plow is moving, the furrows that he creates will not be straight. It's only when your vision is clear that the furrows that you make with the plow will always be straight and your cultivation will be perfect. അവിടെ ഏലിയ മടക്കി വിടുമെങ്കിലും അവൻ ഉറപ്പാണ് എന്ത്, ഏലീശ മടങ്ങി വരുമെന്ന്. അതുകൊണ്ടാണ് 12 when he was plowing with the 12 oxen, Elisha comes back, kills the 2 oxen that he was plowing the field with. He uses the plow with which he was plowing the oxen and he offers it and gives a treat to all that people, and he follows Elijah, which means അവനെ ഈ ലോകത്തോട് ബന്ധിപ്പിച്ചിരുന്ന ആ അനുഭവത്തെ ത്യാഗം ചെയ്തുകൊണ്ട് പരിപൂർണമായ ഒരു സമർപ്പണ മനോഭാവത്തോടുകൂടി അവൻ ഏലിയാവിനെ അനുഗമിക്കുകയാണ്. ഇവിടെ കർത്താവ് ഈ ശിഷ്യനോട് പോകണ്ട എന്ന് പറയുമ്പോൾ അവനറിയാം, അവൻ ഈ ലോകത്തിലേക്ക് മടങ്ങിപ്പോയാൽ അതിൻ്റെ ഓളങ്ങളിൽ അവൻ ചതഞ്ഞു പോകും, അവൻ അതിലേക്ക് ഇറങ്ങിപ്പോകും. ആ കുപ്പക്കുഴിയിലേക്ക് അവൻ ഇറങ്ങിപ്പോകുന്ന അനുഭവം അവനുണ്ടാകും. മറിച്ച് അവന് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. അവിടെ പറയുന്നുണ്ട്, ഞാനൊന്ന് തിരിച്ചു പോകട്ടെ. വാട്ട് ക്രൈസ്റ്റ് ക്വസ്റ്റ്യൻസ് ഹിയർ ഇസ് നോട്ട് ദി ടെൻഡൻസി ടു ഗോ ബാക്ക്, നോട്ട് ദി വിൽ ടു ഗോ ബാക്ക്, ബട്ട് ഹിസ് ഇന്നബിലിറ്റി ടു ഫോർഗോ വാട്ട് ഹോൾഡ്സ് ഹിം അബവ് ക്രൈസ്റ്റ്. ഈ ലോകം അവനെ ക്രിസ്തുവിനേക്കാൾ ഏറെയായി പിടിച്ചു വെക്കുന്ന ഏതൊന്നിനെയോ ആണ് അവൻ്റെ മനസ്സ് ഇരിക്കുന്നത്. അതിനെയാണ് കർത്താവ് ശകാരിക്കുന്നത്. ഇത് ലോത്തിൻ്റെ ഭാര്യയോട് സമമായ ഒരു അനുഭവമാണ്. നീ തിരിഞ്ഞു നോക്കല്ല എന്ന് പറയുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കുന്നു. തിരിഞ്ഞു നോക്കുന്ന പശ്ചാത്തലത്തിൽ അവൾ ഉപ്പുതൂണായിത്തീരുന്നു. ഇവിടെയും പ്രിയം കർത്താവ് പറയുന്നത്, നീ എന്നെ വിളിക്കുന്ന സമയത്ത് നീ ഒരുക്കത്തോടു കൂടി സകലവും ഉപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുക. അവന് നൽകുവാൻ നമുക്കൊന്നുമില്ല, കുരിശ് മാത്രമാണ്. അവൻ്റെ ആരോഹണ നാളിൽ എത്തിയപ്പോൾ അവൻ യെരൂശലേമിലെ കണ്ണുകളെ പതിപ്പിച്ചുകൊണ്ട് മനസ്സിനെ ഉറപ്പിച്ചു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ 3 തരത്തിലെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടാതെ അവൻ്റെ ശ്രേഷ്ഠമായ വിളിക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് അവൻ നമുക്ക് ലക്ഷ്യമാക്കുന്ന കുരിശിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൃഢമനസ്സോടുകൂടി കണ്ണുകളെ യെരൂശലേമിലേക്ക് പതിപ്പിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും പ്രയാണം ചെയ്യുവാം. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ എന്നെ നിങ്ങളെയും അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.